അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ശരത്താണ് ഷീബയോട് ഈ മോഷണം ആസൂത്രണം ചെയ്യുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതായത് ഈ മധ്യവയസ്കരുടെ വീട്ടിൽ ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട്, സ്വർണ്ണത്തിന് വലിയ പൈസയുണ്ട്, അതുകൊണ്ട് റീനയെ കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ ചന്ദ്ര എന്ന് പറയുന്ന മധ്യവയസ്കയുടെ സ്വർണം തട്ടിയെടുത്തൂടെ, അങ്ങനെ തട്ടിയെടുത്താൽ അത് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധിയും തീരും, സുഖമായി ജീവിക്കുകയും ചെയ്യാം എന്നൊരാശയം ശരത്താണ് ഷീബയുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഷീബ അത് റീനയോട് പറയുന്നു, റീന അത് അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻ ഇവരുണ്ടാക്കുന്നു. ആ സംഘത്തിലേക്ക് ഇവർ 2 പേരെ കൂടെ കൂട്ടി. അത് രാജൻ, ബാബു എന്നീ 2 പേരെയാണ്. ശരത്ത് നേരത്തെ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. ജയിലിൽ വെച്ചിട്ടാണ് ഈ ശരത്ത് ബാബുവിനെയും രാജനെയും പരിചയപ്പെടുന്നത്. അങ്ങനെ ഇങ്ങനെ 5 പേരടങ്ങുന്ന ഒരു സംഘം രൂപീകരിക്കുകയും അവർ തട്ടിപ്പിന് വേണ്ടി അല്ലെങ്കിൽ മോഷണം നടത്തുന്നതിന് വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു. ആ പ്ലാൻ ഇങ്ങനെയായിരുന്നു. ശരത്തും ഷീബയും കോർപ്പറേഷനിലെ ജീവനക്കാരെന്ന നിലയ്ക്കും ഒപ്പം ഈ രാജനും ബാബുവും ഇവർ 2 പേരും അവിടുത്തെ കോർപ്പറേഷനിലെ ക്ലീനിങ് തൊഴിലാളികൾ എന്ന നിലയ്ക്കും ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഇവരുടെ ഫ്ലാറ്റ് മുമ്പിലെത്തി. അങ്ങനെ റീനയാണ് ഈ ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കുന്നത്. റീന തൊട്ട് താഴെ താമസിക്കുന്ന ആളാണ്. അതുകൊണ്ട് റീനയ്ക്ക് ഈ മോഷണ സംഘത്തിനൊപ്പം പോകാൻ കഴിയില്ല. റീനയാണ് ഇവരെ ഉള്ളിലേക്ക് ഈ ഫ്ലാറ്റിനകത്തേക്ക് കയറ്റി വിടുന്നതും ഈ ഫ്ലാറ്റ് മധ്യവയസ്കരുടെ ഫ്ലാറ്റ് കാട്ടിക്കൊടുക്കുന്നതും ഒക്കെ റീനയാണ്. അങ്ങനെ ഈ 4 പേരും കൂടി അവിടെ എത്തി. അതിൽ ഈ കോർപ്പറേഷൻ ജീവനക്കാരെന്ന നിലയ്ക്കെത്തിയ ശരത്തും ഷീബയും ഞങ്ങളിങ്ങനെ കോർപ്പറേഷനിൽ നിന്ന് വന്നതാണ്, ഇവിടെ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി കിടപ്പുണ്ടെന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്, നിങ്ങൾ ഈ ഹൗസ് ഓണറുടെ നമ്പർ തരാൻ ഈ ചന്ദ്രയോട് ആവശ്യപ്പെടുന്നു. ചന്ദ്ര തൻ്റെ ഫോൺ എടുക്കാനായി അകത്തേക്ക് കയറിയ സമയത്ത് ഇവർ 4 പേരും കൂടി ഉള്ളിലേക്ക് കയറുകയും ചന്ദ്രയുടെ തലക്കടിച്ച് ചന്ദ്രയെ വീഴ്ത്തുകയും ചെയ്തു. അതിനുശേഷം ഇവരുടെ വായ്ക്കുള്ളിൽ തുണി തിരികെ വെച്ച് ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാലയും പൊട്ടിച്ചെടുത്തു. കയ്യിലുണ്ടായിരുന്ന 2 വളയും ബലമായി ഊരിയെടുത്തു. അതിനുശേഷം ഇവരിറങ്ങി പുറത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര വായിലെ തുണി പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം കരഞ്ഞു ബഹളം ഉണ്ടാക്കി. അപ്പോൾ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വന്നിട്ട് എന്തിനാണ് സ്ത്രീ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ റീന പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നതാണ്, അവർക്ക് ചില അസുഖങ്ങളുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് അതിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ കരയുന്നതാണെന്ന് പറഞ്ഞ് ഈ അയൽവാസികൾ തിരികെ കയറി പോവുകയും ചെയ്തു. ഈ മറ്റൊരു രസകരമായ കാര്യം, നേരത്തെ തന്നെ ഇവരൊരു മറ്റൊരു പ്ലാനും കൂടി ആക്കിയിരുന്നു. അതായത് ഈ റീനയുടെ വീടിന് മുറ്റത്ത്, അതായത് ഈ ഫ്ലാറ്റിന് താഴത്തെ മുറ്റത്ത് ഒരു ബക്കറ്റിൽ ചെളിവെള്ളം ഉണ്ടാക്കി വെക്കുകയും ആ ചെളിവെള്ളത്തിൽ ഈ ഊരിയെടുത്ത സ്വർണത്തിൻ്റെ പകുതി, അതായത് ഈ 2 വളകൾ ഈ ചെളിവെള്ളത്തിൽ ഇട്ടിട്ടാണ് ഈ മറ്റ് 4 പേര് ഓട്ടോറിക്ഷയ്ക്ക് കയറി പോകുന്നത്. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ റീന ഈ ചെളിവെള്ളത്തിൽ നിന്ന് 2 വളയും എടുത്ത് നേരെ കിഴക്കേക്കോട്ടയിലുള്ളൊരു ജ്വല്ലറിയിൽ പോകുന്നു. ആ ജ്വല്ലറിയിൽ ഇത് വിറ്റ് അതിൻ്റെ പണം വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഷീബയും ശരത്തും റീനയും ചേർന്ന് ഈ പണം വീതിച്ചെടുത്ത് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അതിനിടയിൽ പോലീസ് അവിടെ വരുന്നുണ്ട്, വലിയ വാർത്തകളാവുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ചാനലുകളിലേക്കും മറ്റു വാർത്ത ഇങ്ങനെ വലിയ തോതിൽ വരുന്നുണ്ട്. പോലീസ് നായ വരുന്നുണ്ട്, അന്വേഷണം ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് റീന വളരെ കൂളായി പോയിട്ട് ഈ സ്വർണ്ണവള വിറ്റ് പണം വാങ്ങി മറ്റു 2 പേർക്കും കൊടുത്ത് തനിക്ക് കിട്ടാനുള്ള വിഹിതവും വാങ്ങി തിരിച്ചു പോരുന്നത്. എന്തായാലും പോലീസ് ഈ ഇരുഭാഗത്തേക്കുമുള്ള CCTV ദൃശ്യങ്ങളൊക്കെ രാവിലെ മുതൽ തന്നെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് കിഴക്കേക്കോട്ടയിൽ ഒരു സ്ത്രീ വന്ന് ഒരു ജ്വല്ലറിയിൽ 2 വള പണയം വെച്ച് പോന്നു എന്ന് രഹസ്യ വിവരം പോലീസിന് കിട്ടുന്നത്, സ്പെഷ്യൽ ബ്രാഞ്ചിന് കിട്ടുന്നത്. ആ വിവരം അവർ കമ്മീഷണർക്ക് കൈമാറുന്നു. കമ്മീഷണർ അത് ഈ കേസ് അന്വേഷിക്കുന്ന ഫോർട്ട് CIക്ക് കൈമാറി. അങ്ങനെ ഫോർട്ട് CI ഈ കിഴക്കേക്കോട്ടയിലെ ജ്വല്ലറിയിലെത്തി വള വിറ്റ. സുനിൽ സൂചിപ്പിച്ചതുപോലെ സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥയും പ്ലാനും പ്ലോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാളിപ്പോയി. സ്വർണം വിറ്റത് തൊട്ടടുത്തുള്ള കിഴക്കേക്കോട്ടയിലെ തന്നെ ജ്വല്ലറിയിലാണ്. അതുവഴി വിവരം പോലീസിന് കിട്ടുന്നു. അങ്ങനെ ഈ സംഘം മലയിലാവുന്നു എന്നുള്ളതാണ്. നിജീഷ് നാരിക്കിനും കൂടി നമ്മോടൊപ്പം ഉണ്ട്. നിജീഷ്, ഇതിനകത്ത് കൂടുതൽ പേരുണ്ടോ എന്ന സംശയം ഇപ്പോഴും പോലീസിനുണ്ട്. അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ പറഞ്ഞത്? ഇത് സംബന്ധിച്ച് ഒരാളെ കൂടി പോലീസിന് സംശയമുണ്ടെന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അയാളെ ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അതായത് കൃത്യമായ ഒരു ആസൂത്രണത്തോടെ നടന്ന ഒരു മോഷണം തന്നെയാണ്, കൃത്യമായ പ്ലാനിങ്, കൃത്യമായി ഇവരെ പഠിച്ച് അങ്ങനെയാണ് ഈ മോഷണം നടന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. പണം, സ്വർണ്ണത്തിന് വില കൂടിയ സമയത്തൊക്കെ ആണ് ഇത്തരമൊരു പ്ലാനിലേക്ക് പ്രതികൾ എത്തിയെന്നും കമ്മീഷണർ വ്യക്തമാക്കുന്നു. എന്തായാലും കൃത്യമായ ഒരു പ്രത്യേക സംഘം, അന്വേഷണ സംഘത്തെ രൂപീകരിച്ച്, അതായത് മോഷണം പോയി എന്ന
ആ സമയം മുതൽ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് ശാസ്ത്രീയ പരിശോധനകളും ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടാണ് പ്രതികളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. 4 പേരെ ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. ഇനി ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മറ്റൊരു പ്രതി കൂടി ഉണ്ടോ എന്ന സംശയം, അതായത് 5ാമത്തെ ഒരാൾ കൂടി ഉണ്ടോ എന്ന സംശയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലുണ്ട്. ആ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്ങും ഒപ്പം തന്നെ ശാസ്ത്ര തെളിവുകളും CCTV ദൃശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വേഗത്തിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഏറ്റവും പ്രധാനമായും തെളിവുകളായത് ഈ വിറ്റ സ്വർണ്ണമാണ്. അതായത് സ്വർണ്ണക്കടയിൽ 2 വളകൾ പണയം വെച്ചിരുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ സമയത്താണ് വേഗത്തിൽ തന്നെ ഈ പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടുകൂടി പോലീസ് സംഘം പറയുന്ന കാര്യം കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി നടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരമൊരു മോഷണത്തിലേക്ക് പ്രതികൾ എത്തിയെന്ന സൂചനയും ഇതുമായി ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ നടത്തുന്നുണ്ട്. ഫോർട്ട് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 4 പ്രതികളെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്.